ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെയാ അവർ ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതാ നമുക്കവരെ പിടിക്കാൻ പറ്റാത്ത. ഇനി അമ്മയുടെയും മകന്റെയൊക്കെ അഹങ്കാരം കൂടത്തേ ഉള്ളൂ. അധികാരമല്ലേ ഇപ്പൊ കൈയിരിക്കുന്നത്. ഇപ്പൊ എല്ലാം വളരെ ക്ലിയർ അല്ലേ? എല്ലാം നമുക്ക് വ്യക്തമായില്ലേ? അവർക്ക് മന്ത്രിയാവാൻ വേണ്ടി അവരമ്മയും മകനും ചേർന്ന് സാറിനെ വീഴ്ത്തിയത്. അതിൽ യാതൊരു ഡൗട്ടും വേണ്ട. സ്ഥാനമാനങ്ങൾക്കും സ്വത്തിനും വേണ്ടി അംബികയും മകനും കൂടി ആരെയും കൊല്ലാനും മടിക്കില്ല. അച്ഛനെ വലിയ പേടിയായിരുന്നു അവർക്ക്. പക്ഷേ ഇനിയുള്ള സമയങ്ങളിൽ സാറിന്റെ കാര്യത്തില് നമുക്ക് നല്ലോണം ശ്രദ്ധ വേണം. കാരണം സാറിപ്പോ ചലിക്കാൻ പോലും ആവാതെ കിടക്കുന്ന ഒരു പേഷ്യന്റാ. ഇപ്പോഴും അച്ഛന്റെ കൂടെ ഒരാൾ ഉണ്ടായിരിക്കണം. ആ ആള് അച്ഛനെ സ്നേഹിക്കുന്ന ആളായിരിക്കണം. ഋതുവും ഞാനും സാറിന്റെ കൂടെ ഉണ്ടാവും. പക്ഷേ ഞങ്ങള് മാത്രം പോരല്ലോ. അതിനല്ലേ നമ്മളൊരു ഹോം നഴ്സിനെ വെക്കുന്നത്. അമ്മ അത് പിന്നെ ഹോം നഴ്സിന് അത്രയും സ്നേഹം ആത്മാർത്ഥതയുണ്ടോ? ഹോം നഴ്സിന് നമ്മുടെ കുടുംബത്തിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയില്ല. അവര് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന സമയത്ത് അംബികയോ മകനോ വന്ന് സാറിന്റെ കഴുത്ത് ഞെരിച്ചാലോ? അയ്യോ മോനെ, നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ പറയുന്നത് സത്യമാണമ്മേ, അല്ലേ? പേടി കൊണ്ടാ ഞാൻ ഇതൊക്കെ പറയുന്നത്. അച്ഛന്റെ ജീവൻ തിരിച്ചു പിടിക്കാൻ അച്ഛന് ജീവനെ പോലെ സ്നേഹിക്കുന്ന ഒരാളെയാ വേണ്ടത്. ആ ആളായിരിക്കണം അച്ഛനെ നോക്കേണ്ടത്. അങ്ങനെയുള്ള ഒരാളെ നമ്മൾ എവിടെ പോയി കണ്ടുപിടിക്കാനാ? ഒരാള് ഉണ്ട്. ആ ആളെ പോലെ അച്ഛനെ സ്നേഹിക്കുന്ന ഒരാളും ഈ ലോകത്തില്ല. നീ എന്നെ കുറിച്ചാണോ പറയുന്നത്? സംശയം എന്താ? ഡോക്ടർ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് മാത്രമേ ഇനി അച്ഛനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റൂ. സ്വന്തം ജീവിതത്തിൽ നിന്ന് എന്നെ ആട്ടി പുറത്താക്കിയതാ പ്രതാപേട്ടൻ. ആയിക്കോട്ടെ, അത് അംബികയുടെ ചതി, സാറിനുണ്ടായ തെറ്റിദ്ധാരണ എന്നുവെച്ച് അതിന്റെ പേരില് അമ്മ ഇപ്പോഴും സാറിനെ വെറുക്കുന്നുണ്ടോ? ഉണ്ടോ? ഇല്ല. അമ്മ അച്ഛന് കൊടുക്കുന്ന സ്നേഹത്തിന്റെ അളവ് ഞാൻ പറയട്ടെ, ഒരു കടലോളം. ഞാൻ അംബിക വർമ്മ ഇന്ത്യൻ ഭരണഘടനയോട് സത്യനിഷ്ഠ പുലർത്തുമെന്നും ഈ സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രിയായി എന്റെ ചുമതല ഭയമില്ലാതെയും പക്ഷാഭേദമില്ലാതെയും വിശ്വാസപൂർവ്വം നിർവഹിക്കുമെന്നും ദൈവത്തെ സാക്ഷി നിർത്തി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. താങ്ക് യു സർ. മാറി നിക്കട അമ്മമ്മയുടെ മുമ്പിൽ നിന്ന്. എന്റെ ആങ്ങളെ സുഖമില്ലാതെ കിടക്കുക. അല്ലെങ്കിലേ ഇതിനുള്ള മറുപടി ഞാൻ തന്നേനെ.
ഓ, എന്ത് മറുപടിയാണ് നിനക്ക് പറയാനുള്ളത്? പറയടി. എന്താ, ഒന്നും പറയാനില്ലേ? എന്നാ നീ അറിഞ്ഞോ, നിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ച് നിന്നെ കൊണ്ടെല്ലാം ഞാൻ പറയിപ്പിക്കും. നീ ചെയ്തു കൂട്ടുന്ന എല്ലാ ദ്രോഹങ്ങളുടെയും ചരിത്രം ഞാൻ എണ്ണി എണ്ണി എന്റെ മുന്നിൽ പറയിപ്പിക്കും. നീ മന്ത്രിയല്ല, അന്നദാതാവായ പൊന്നുതമ്പുരാനായാലും വിടില്ല സരസ്വതി വർമ്മ. നീ കരുതിയിരുന്നോടി. മോൻ വാ. ഞാൻ എന്റെ പ്രതാപേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും സംഭവിക്കുമായിരുന്നോ? എത്രയൊക്കെ എന്നെ വരുത്താലും എന്റെ ജീവന്റെ ജീവനാ പ്രതാപേട്ടൻ. ജീവിതത്തിൽ നിന്ന് എന്നെ അകറ്റി നിർത്തിയെങ്കിലും പ്രതാപേട്ടൻ ജീവിച്ച പരിസരങ്ങളിൽ തന്നെ ഞാനുണ്ടായിരുന്നു. എനിക്ക് മറക്കാൻ പറ്റില്ല. എനിക്ക് ഇത്രയും നല്ലൊരു മകളെ തന്ന നല്ല മനുഷ്യനല്ലേ.